ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഷൂളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഗായ്സ്, നമ്മൾ വേൾഡ് പിന്നെയും പോയാൽ എങ്ങനെ പോയതെന്ന് എനിക്ക് ഒരു അറിവില്ല. ഞാൻ പൈസ കൊടുത്ത് കയറ്റിയല്ലേ എനിക്ക് ഈ ഗെയിം. ഞാൻ എൻ്റെ ഫ്രണ്ട് ഹാപ്പി മോഡ് കൂടി കയറ്റിയപ്പോൾ അതിന് ഞാൻ കയറ്റിയതേനി. അതിൻ്റെ പ്രശ്നമാണോ എന്നറിയില്ല. പിന്നെ ആ വേൾഡ് പോയി അതുകൊണ്ട് നിങ്ങൾ നല്ല സപ്പോർട്ടൊക്കെ തന്നീനി. 150 വ്യൂസൊക്കെ ആയിനി. 183 വ്യൂസും 2 സബ്സ്ക്രൈബൊക്കെ കൂടിയിനി. അപ്പം ഈ വേൾഡിൽ നിങ്ങൾ അങ്ങനെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ഈ വേൾഡിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പോയി ഡ്രാഗനെ കൊല്ലണം. 1 മാസത്തിട്ടാണ് അതിൻ്റെ അടവ്. അത് കഴിഞ്ഞാൽ പിന്നെയും എല്ലാ വേൾഡും പോകും. അങ്ങനെയാണത്. ഞാൻ ഇന്നലെ ഗെയിം ഓപ്പൺ ആക്കി നോക്കുമ്പോൾ ഉണ്ട് ഫുൾ ഫയൽസ് ഡിലീറ്റ് ചെയ്യുന്ന. അപ്പം അങ്ങോട്ട് നോക്കിയപ്പോൾ എൻ്റെ എല്ലാ വേൾഡും പോയി. അപ്പം അതൊക്കെയാണ്. പിന്നെ ഞാനൊരു വില്ലേജുള്ള സീഡാണ് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഡ്രാഗനെ കൊല്ലണമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വില്ലേജുള്ള സീഡ് എടുത്തത്. അല്ലെങ്കിൽ നമുക്ക് ഡയമണ്ട് ആർമറൊന്നും പെട്ടെന്ന് ആകാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ വില്ലേജുള്ള സീഡ് എടുത്തെന്നുള്ളൂ, വേറൊരു ഇതുമില്ല. ആദ്യം നമുക്ക് പോയിട്ട് ഒരു ബെഡ് എടുക്കുക. ബെഡില്ലാതെ എന്ത് കളി? നമ്മൾ വുഡ് പൊട്ടിച്ചിട്ടില്ല, അതും പൊട്ടിക്കണം. ഇവിടെ അധികം മരമൊന്നുമില്ല, മരത്തിന് നല്ല ക്ഷാമമാവും തോന്നുന്നു. ഇവിടെ ഫുള്ള് വലിയൊരു പ്ലെയിൻസാണ്. അപ്പം നമുക്ക് ഇവിടുത്തെ കുറേ സാധനങ്ങൾ എടുക്കണം. അതിൻ്റെ മുന്നേ ഞാൻ ഈ ഹാബയിലൊക്കെ ഒന്ന് എടുക്കട്ടെ. ഇവിടുത്തെ ഈ ഹാബയിലൊക്കെ എടുത്ത് ഗായ്സ്, നമ്മൾ ഒക്കെ എടുത്ത് റെഡി ആയിന്. കുറേ അവിടുത്തെ എല്ലാ സാധനങ്ങളും എടുത്ത് ഇവിടെ കൊണ്ടുപോയി വെച്ച് നമുക്ക് ഇത്രയും സാധനങ്ങളാണ് കിട്ടിങ്ങനെ. ഫർണസ് ഉണ്ടാക്കിയിട്ട് എല്ലാവരും ഫർണസ് ഉണ്ടാക്കട്ടെ. 8 കോബിൾസ്റ്റോൺ കൃത്യമുണ്ട്. അത് വെച്ചിട്ടൊരു ഫർണസ് അങ്ങോട്ട് ക്രാഫ്റ്റ് ചെയ്തേക്കുക. ഫർണസ് ഉണ്ടാക്കിയിട്ട് അത് പുറത്ത് വെച്ചേക്കുക. എന്നിട്ട് നമുക്ക് ഇതല്ല, അതിൻ്റെ മുകളിലത്തെ പെട്ടിയിൽ കുറച്ച് വുഡ് ഉണ്ടാവും വെച്ചിട്ട് ഒരു പെട്ടിയും കൂടി ക്രാഫ്റ്റ് ചെയ്യുക. ഒരു പെട്ടിയും കൂടി ക്രാഫ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ സൈഡിലായിട്ട് ഇവിടെ ക്രൗച്ച് ചെയ്ത് വെച്ച് കൊടുക്കുക. നമുക്കൊരു വീടുണ്ടാക്കണം. അത്രയ്ക്ക് വലിയ അടിപൊളി വീടൊന്നും അല്ല ഞാൻ ഉണ്ടാക്കണം. അത്രയ്ക്ക് വലിയ ഉണ്ടാക്കാനുള്ള പ്ലാനൊന്നും എൻ്റെ ഇല്ല. അവിടെ കുറച്ചും കൂടി മരം വളർന്നിട്ടുണ്ട്. ഞാൻ ഇപ്പം ഇങ്ങനെ ചെയ്ത് അവിടെ പോയി ഒരു വലിയ 2 മരം ഉണ്ടായിനി. ആ മരം വെട്ടിയപ്പോൾ കുറേ സാപ്ലിങ് കിട്ടി. അത് കൊണ്ടുവന്ന് ഇവിടെ നട്ടച്ച്, ഇവിടെ ഇങ്ങനെ പെട്ടി പോലെ നട്ടച്ച്. അപ്പം ഇടയ്ക്കിടയ്ക്ക് കുറേ മരം 2-3 മരം ഇവിടെ വളർന്നിരിക്കും. അപ്പോൾ അത് വെട്ടി തീരുമ്പോഴത്തേനും ഒരു അര സ്റ്റാക്കോളം എന്തായാലും കിട്ടും. വലിയ മരമാണെങ്കിൽ ഒറ്റ വെട്ടിൽ തന്നെ 1/2 സ്റ്റാക്ക് എന്തായാലും കിട്ടലിടയ്ക്ക് എല്ലാ പ്രാവശ്യവും. ഇപ്പോൾ വലിയ മരമൊന്നും വളർന്നിട്ടില്ല. നൈറ്റും ആയിട്ടില്ലല്ലോ. നൈറ്റാണെങ്കിൽ കിടന്നുറങ്ങേനി. നൈറ്റായിട്ടാണ് കിടന്നുറങ്ങാൻ. പിന്നെ ഞാൻ അത്രയ്ക്ക് വലിയ അടിപൊളി വീടൊന്നുമല്ല, ചെറിയ ഒറ്റ നല്ല വീടാണ് ഉണ്ടാക്കാൻ പോണേ. ഒരു യൂട്യൂബറെ വേൾഡിൽ ഞാൻ കണ്ട വീടാണ്. എനിക്ക് പിന്നെ ബിൽഡിങ്ങിനെ പറ്റി അത്രയ്ക്ക് കണ്ട അറിയില്ല. അത്രയ്ക്ക് കൊണ്ട് ബിൽഡ് ചെയ്യാറില്ല. അതുകൊണ്ടാണ് ഞാൻ ഓരോരുത്തർ നോക്കി ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയണത്. ഞാൻ ഇനി എൻ്റെ സ്വന്തം ക്രിയേറ്റിവിറ്റിയിൽ അധികം നമുക്ക് ആദ്യം കുറച്ച് സീഡ് കളക്ട് ചെയ്യാം. ഒരു സീഡായി. സീഡ് കളക്ട് ചെയ്യാനല്ല കേട്ടോ ഞാൻ പ്രത്യേകിച്ച് ഇവിടെ വീടുണ്ടാക്കണോണ്ട് ഇവിടുത്തെ പുല്ല് എടുത്ത് ടെറാഫോം ചെയ്തതാണ്. 4 സീഡ് കിട്ടുന്നത്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി ഗൈസ്, നമ്മൾ അവിടെ അടിയിലായിട്ടൊരു ഫുഡ് ഫാർം തുടങ്ങിയാണ്. ക്യാരറ്റ്, പൊട്ടാറ്റോ, വീറ്റ് ഒക്കെ വെച്ചിട്ടൊരു ഫുഡ് ഫാർം. നമ്മൾ അവിടെ കുറേ സാപ്ലിങ്ങൊക്കെ വീണെടുക്കുന്നുണ്ട്. നമുക്കൊക്കെ ഇങ്ങോട്ട് റീപ്ലേസ് ചെയ്തേക്കാം. അവിടെയൊക്കെ റീപ്ലേസ് ചെയ്യാൻ കുറേ സ്ഥലമുണ്ട്. ഇനിയുണ്ട് 1-2 സ്ഥലവും കൂടി അവിടെയും വെച്ചിട്ട്. ഇവിടെ ഇപ്പം ഫുള്ളായി. നമുക്ക് പോയി നമ്മൾ ഫുഡ് ഫാം ഉണ്ടാക്കിയത് കാണിച്ചു തരാം. ഈ സൈഡിലോട്ടായിട്ടാണ് ആ ഫുഡ് ഫാം വരുന്നത്. ഇങ്ങനെ FT8 ഗെയിമിംഗ് ഇല്ലേ, അവരുടെ ചാനൽ നോക്കിയിട്ടുള്ള ആ ട്രിക്കാണ്. ഒരു വരയിൽ ഒരു റോയിൽ ഒരു ഐറ്റവും മറ്റേ റോയിൽ മറ്റൊരു ഐറ്റവും വെച്ചാൽ അങ്ങനെ ആവുന്നുള്ള ഇതില്ലേ ഒരു ഫാക്ടറിയിൽ. ആ ഫാക്ടറി വെച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ നട്ടുകൂടെ. ഒരു റോയിൽ ക്യാരറ്റ്, ഒരു റോയിൽ പൊട്ടാറ്റോ, ഒരു റോയിൽ വീറ്റ്,
അങ്ങനത്തെ ക്യാരറ്റൊക്കെ എടുത്ത് വെക്കുക, പൊട്ടിക്കുക, വെക്കുക ചെയ്ത് ഫുള്ളാക്കണം. പിന്നെ ഇവിടേക്ക് കുറച്ച് വീറ്റാണ്, അധികം പൊട്ടാറ്റോ ക്യാരറ്റുമാണ്. എനിക്ക് പൊട്ടാറ്റോക്കായിട്ട് ഒരു ഫാം ഉണ്ടാക്കണം. അതൊക്കെ ഞാൻ പിന്നെ ഉണ്ടാക്കിക്കൊണ്ട് ഓഫ് ക്യാമറ ഉണ്ടാക്കിക്കൊണ്ടൊക്കെ ചെറിയ കാര്യമല്ലേ. വളരാത്ത പൊട്ടാറ്റോ എടുത്ത് പൊട്ടിച്ച് അവിടെ വളർത്തിറക്കുന്നുണ്ട്. നമ്മളെ ഫുഡില്ല. അപ്പോൾ ഈ പൊട്ടാറ്റോ കഴിക്കുകയാണെങ്കിൽ ഒന്നുകൊണ്ട് ഒരു ഹങ്കറൊക്കെ പോവുള്ളൂ. അതുകൊണ്ട് കുറച്ച് കഷ്ടമാണ്. വേണമെങ്കിൽ നമുക്കിത് കുക്ക് ചെയ്ത് കഴിക്കാം. അതിനുള്ള ഫ്യൂവൽ പോലും ഇട്ടില്ല. ഇവിടെ ഫ്യൂവലൊക്കെ നല്ല കഷ്ടമാണ്. മറ്റേ വേൾഡിൽ ഇതിൻ്റെ മുന്നത്തെ വേൾഡിൽ 3-4 സ്റ്റാക്ക് കോളാണ് എൻ്റെ ഉണ്ടായിന്. അപ്പം നമ്മൾ വീടുണ്ടാക്കാനുള്ള കുറച്ച് റിസോഴ്സൊക്കെ കളക്ട് ചെയ്ത് വെച്ചിരുന്നു. 2 സ്റ്റാക്കും 10 വുഡും 1 സ്റ്റാക്ക് കോബിൾ സ്റ്റോൺ ചെയറൊക്കെ കളക്ട് ചെയ്ത് വെച്ച് ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് വീട് ഉണ്ടാക്കിയാൽ മാത്രം മതി. ഈ സാധനമൊക്കെ നമ്മളെ കൈമേലേക്കൊന്ന് എടുത്തേക്കാം. കൈമേലേക്ക് എടുത്തിട്ട് വീട് ബിൽഡ് ചെയ്യാം. ഇനി വീട് ബിൽഡ് ചെയ്തിട്ട് കാണാം. നമ്മൾ ഈ എപ്പിസോഡിൽ തന്നെ ഫുള്ള് അയൺ ആർമറൊന്നും ആവാൻ നോക്കണില്ല. നമുക്ക് അതിനുള്ള ടൈമൊന്നും ഇല്ല. ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോ ഇട്ട് തീർക്കാനാണ് വിചാരിക്കണേ. അപ്പം അതുകൊണ്ട് ഇന്ന് ഈ എപ്പിസോഡിൽ നമ്മൾ ഫുൾ അയൺ ആർമർ ആവണില്ല. അപ്പം ഞാൻ ഈ വീടുണ്ടാക്കിയിട്ട് കാണാം. അപ്പം ഗായ്സ് നമ്മൾ വീടുണ്ടാക്കി തീർന്നിട്ടുണ്ട്. എൻ്റെ നേരെ ബാക്കിലാണ്. അത്ര അടിപൊളി വീടൊന്നുമല്ല, ഞാൻ ഇപ്പം കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഇപ്പം വീട് ഇരിക്കണേ. അത്രയ്ക്ക് അടിപൊളിയൊന്നുമല്ല, ഒരു ഇംഗ്ലീഷ് യൂട്യൂബറെ പോലെയാണ് ചാനലുള്ളൊരു ഹൗസാണ്. 1 ബ്ലോക്ക് കളിച്ചപ്പോൾ ഓരുണ്ടാക്കിയ ഒരു ഹൗസാണ്. അപ്പം പിന്നെ ഞാൻ ഫ്ലോർ എന്താ ചെയ്യുമെന്ന് വിചാരിച്ച്. അപ്പോഴാണ് സുധിയണ്ണൻ്റെ ഒരു എപ്പിസോഡില്ലേ, നമ്മളിപ്പം കളിച്ചുകൊണ്ടിരിക്കുന്ന ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ ഒരു എപ്പിസോഡ് ഉണ്ടല്ലോ, കുറച്ച് കുട്ടികൾ 58ാമത്തെ എപ്പിസോഡിൽ മറ്റേ പ്രോജക്റ്റ് റൂമിൽ അടിയിൽ ചെയ്തില്ലേനോ, അതേപോലെ ഞാൻ ചെയ്ത് വെച്ച് അടിയിൽ കുറച്ച് കുഴി വെച്ചിട്ട് അതിൽ വെള്ളം നിറച്ച് കുറച്ച് പീനിനെ കൊണ്ടുപോയിട്ട്. അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ്. ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക.